തുടരണം. എന്തായാലും ഒരു പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ് എന്ന പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, എങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ സുരക്ഷിതമായ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് കരുതുന്നു? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുന്ന് താങ്കൾക്ക് തരാനാകുന്ന വിവരങ്ങൾ? ഹലോ, പറഞ്ഞോളൂ സന്ദീപ്. എത്തരത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത്? താങ്കൾക്ക് തരാനാകുന്ന ഒരു വിവരങ്ങൾ. ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷമാണ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായത്. അതിനുശേഷം നിരവധി ആളുകൾ 45-ലധികം ആളുകൾ ഇതിലിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. ചികിത്സയിൽ 70-ലധികം ആളുകൾ ഉണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേവി സംഘം വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവിക സേനാ സംഘം എത്തുന്നുണ്ട്. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമാണ് എത്തുക. അതുപോലെ തന്നെ മന്ത്രിമാരുടെ സംഘവും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, OR കേളി എന്നിവരാണ് എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഞെട്ടിച്ച പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടായ ഒരു വയനാടിനെ തന്നെ ഇത്രയും പിടിച്ചു കുലുക്കിയ മറ്റൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നൊരു സംശയമാണ്. ഇപ്പോൾ പ്രദേശവാസികളും ആളുകളും രക്ഷാപ്രവർത്തകരും NDRF സംഘം അടക്കം എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടുത്തെ കാഴ്ച വളരെയധികം ഭീതിതമായി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറക്കല്ലുകളും മറ്റും വീടുകളുടെ മുകളിലും മറ്റും കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. താങ്കൾ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് വളരെ ദ്രുതഗതിയിൽ തന്നെയാണോ? എങ്ങനെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ താങ്കൾ വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ താങ്കളുടേതായി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനോട്? ദ്രുതഗതിയിൽ തന്നെയാണോ? അതെ, അത് എളുപ്പമല്ല രക്ഷാപ്രവർത്തനം. ഒരാളിപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതായത് അത് അത്ര എളുപ്പമല്ല. അപ്പൊ അതിനുള്ള അധികൃതരൊക്കെ രക്ഷാപ്രവർത്തകർ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞ് എത്തിപ്പെടാനാവാത്ത പ്രദേശങ്ങളുണ്ട് നിരവധി. സന്ദീപ്, അതേപോലെ തന്നെ താങ്കൾ ആ ഒരു പ്രദേശവാസി കൂടിയാണ്. അപ്പോൾ താങ്കൾക്ക് അറിയാം, അവിടുത്തെ ഒരു ഭൂഘടന അനുസരിച്ച് ഇനിയും ഇത്തരത്തിൽ ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ വേറൊരു പ്രദേശത്തു നിന്ന് വരുന്ന രക്ഷാപ്രവർത്തകർക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ ആ ഒരു ഭൂഘടനയെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും താങ്കൾക്കായിരിക്കും കുറച്ചും കൂടി നിശ്ചയം ഉണ്ടാവുക. അപ്പോൾ ഇനിയും ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലിന് സാധ്യത കാണുന്നുണ്ടോ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക്? അതായത് 2018 ദുരന്തത്തിന് ശേഷം നമുക്കറിയാം, ഇത് പരിസ്ഥിതി ലോല പ്രദേശ മേഖലയാണ്. അതുപോലെ തന്നെ നിരവധി തവണ ഇവിടെ ഓരോ മഴക്കാലത്തും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന്. അത്രയ്ക്കും ദുരിതപൂർണമായ അവസ്ഥയാണ് ഇവിടെ. ആൾ മാറി താമസിക്കാൻ 2 ദിവസം മുന്നേ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കുറച്ചുപേരെ മാറ്റി താമസിപ്പിച്ചിരുന്നു. പക്ഷേ പ്രായോഗികമായി എല്ലാവരെയും മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് പോസിബിലിറ്റിയിൽ വരുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഒരു പരിധി വരെ കുറച്ച് ആളുകൾ മാത്രമേ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഉള്ള ആളുകളാണ് ഈ അത്യാഹിതത്തിൽപ്പെട്ടത്. ഇപ്പോൾ മരണസംഖ്യ 45-ലധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ്, ഇപ്പം മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ച വിവരം. ഇതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോയ മറ്റു പ്രദേശങ്ങളുമുണ്ടോ ഇപ്പോൾ? ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായ പ്രദേശങ്ങളുടെ ചുറ്റുവട്ടമാണ് ഈ ഒറ്റപ്പെട്ട മേഖലയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. മറ്റ് പ്രദേശങ്ങൾ, വയനാട്ടിൽ മറ്റു പ്രദേശങ്ങൾ മഴ ഉണ്ടെങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ അറിയപ്പെട്ടിട്ടില്ല. തീർച്ചയായും വളരെയധികം നന്ദി സന്ദീപ്. താങ്കളും സുരക്ഷിതനായി തന്നെ ഇരിക്കുക. തീർച്ചയായും രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. നമ്മൾ റിയാസിലേക്ക്